അപ്പോൾ അങ്ങയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും സന്തോഷിക്കാനുള്ള അവസ്ഥയാണ്. കാരണം അങ്ങയുടെ ശിഷ്യത്വം യഥാർത്ഥത്തിൽ അങ്ങയുടെ അനുമതിയോട് സ്വീകരിക്കാതെ അപ്പൊ അങ്ങയുടെ ആ പ്രവൃത്തിയിലുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആത്മീയ രംഗത്ത് വീണ്ടും അങ്ങയെപ്പോലെ പ്രചോദനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനും അനേകായിരങ്ങൾക്ക് ആശ്വാസം കൊടുക്കുവാനും രണ്ടുപേര് പ്രത്യക്ഷം തയ്യാറായിട്ടുണ്ടെന്ന് അങ്ങേക്ക് മനസ്സിലായിട്ടുണ്ട്. തയ്യാറായിട്ടുള്ള മറ്റു പലരും ഉണ്ടാവാം, അങ്ങ് അറിയാഞ്ഞിട്ടായിരിക്കും. അതൊരു ആത്മീയ മിച്ചമായിട്ട് തന്നെ കണക്കാക്കാം. കാരണം വിദ്യാഭ്യാസമുള്ള രണ്ട് ചെറുപ്പക്കാർ, യുവാക്കൾ, വീട്ടിലെല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അവർ ഇതിനെ സമ്പൂർണ്ണമായി ഇറങ്ങുകയും അവരെപ്പറ്റി നല്ല അഭിപ്രായം നമ്മളോട് പറയുമ്പോൾ നമുക്കാണ് അവരെക്കാൾ സന്തോഷം. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ പ്രവർത്തന രംഗത്തിന് കിട്ടിയ ഒരു വലിയ മികവായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി ഇതേപോലെ തന്നെ ഇത്രയും വർഷത്തെ പരിചയമുള്ള അങ്ങക്ക് ഈ ആത്മീയ രംഗത്ത് ഭാഗവതം മാത്രമല്ല അങ്ങ് കൈകാര്യം ചെയ്യുന്നില്ല, ശിവപുരാണങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴും ഈ ആത്മീയമായിട്ട് നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആത്മീയ രംഗത്ത് വലിയ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിലാണ് അങ്ങ് പ്രവർത്തിച്ചത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് തന്ത്രമന്ത്രാദികൾക്ക് വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ആത്മീയ രംഗത്ത് അനേക കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും അങ്ങയുടെ ഈ സപ്താഹ, അത് ഭാഗവതം മാത്രമല്ല, എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ മറ്റു പല വ്യക്തികൾ പലരും കാണുമല്ലോ. അങ്ങയെ വന്ന് ആശ്രയിച്ചിട്ടുണ്ടാവും, എനിക്ക് എന്നെ ഗുണം കിട്ടിയിട്ടുണ്ട്, എൻ്റെ കുട്ടികൾ അങ്ങനെ നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് ഉതകിയിട്ടുണ്ട്, എൻ്റെ ദിനചര്യകൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്ന അങ്ങയെ അടുത്ത് സമീപിച്ചിട്ടുള്ള അനേക ആളുകൾ ഉണ്ടാവും. ഓർമ്മയിലുള്ള ഏതെങ്കിലും കുറെ വ്യക്തിത്വങ്ങളെങ്കിലും കുറച്ച് പേരെങ്കിലും പറയാൻ പറ്റും? ഇപ്പം ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു 10,000-2000 കുടുംബങ്ങളോളം നമുക്കുണ്ട്. നമ്മൾ ഈ ഭാഗവത വാട്സപ്പ് കൂട്ടായ്മയിലൂടെ അതിൽ 10,000-2,500 പേര് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ കുട്ടികൾക്കുള്ള ഒരു മാറ്റം, വീട്ടിലുള്ള ഒരു മാറ്റം, ഞങ്ങളുടെ ജീവിതചര്യയിലുള്ള മാറ്റം എന്ന് പറഞ്ഞിട്ട് അനേകം കുടുംബങ്ങൾ, ഭാര്യയും ഭർത്താവും മക്കളും സഹിതം ഈ കർമ്മമണ്ഡലത്തിലേക്ക് വരികയും ഈ യജ്ഞശാലയിൽ ഒരു ദിവസമെങ്കിലും വന്നിരുന്ന് അതിൽ പങ്കാളികളാവുകയും അവരുടെ അനുഭവങ്ങൾ വേദിയിൽ വന്ന് പരസ്യമായി മൈക്കിൽ കൂടെ പറയുകയും ഇവിടെ നടക്കുന്ന പ്രധാന ചടങ്ങുകളിലൊക്കെ, ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ പിറന്നാൾ ഒക്കെ വരുമ്പോൾ അവർ വന്നിട്ട് എൻ്റെ സഹധർമ്മിണിയോട് പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ തിരുവനന്തപുരത്തുള്ള ഒരു ശ്യാമേട്ടൻ ജയശ്രീ ടീച്ചർ, കുണ്ടറയിലുള്ള ഒരു മധുവേട്ടൻ, അതുപോലെ പ്രസന്ന ടീച്ചർ, ഇവരെല്ലാം കുടുംബസഹിതം വീട്ടിൽ നാമം ജപിക്കുന്നു. കുട്ടികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. കേരളത്തിൽ അങ്ങനെ ഒരു 150-150ഓളം കുടുംബങ്ങളെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അവരൊക്കെ നമ്മുടെ വീട്ടിലെ അംഗങ്ങളെ പോലെ പെരുമാറുന്നു. കേരളത്തിന് പുറത്ത് പൂനെയിൽ ഒരു രാജശേഖരൻ നരിയേട്ടനും സഹധർമ്മിണിയും മക്കളും 7-8 കമ്പനികളുടെ MD ആണത്. കുട്ടികളെ ഏൽപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഈ മള്ളിയൂരിലെ ചടങ്ങിന് വന്നതെന്ന് അദ്ദേഹം ഈ വർഷം പറഞ്ഞത് കേട്ടപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നി. അദ്ദേഹം അവിടെ പങ്കെടുക്കുകയും ഞങ്ങൾ ഒരുമിച്ച് തിരുനാവായിൽ പോയി ആ സ്നാനത്തിൽ പങ്കെടുക്കുകയും അവിടെ നിന്ന് മള്ളിയൂരിൽ വരികയും ഇവിടെ വരികയും ചെയ്തിട്ടാണ് മടങ്ങിപ്പോയത്. അപ്പം 4 ദിവസം അദ്ദേഹം പങ്കിട്ടത് ഈ കുട്ടികളുടെ കാര്യമാണ്. അവർ 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലൊക്കെ വരുമ്പോൾ ഞങ്ങൾ അവരെയും കൂടെ കൊണ്ടുവരുമായിരുന്നു യജ്ഞശാലയിൽ. അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങുമായിരുന്നു. അവരിന്ന് 4 കമ്പനികളുടെ MD ആണ്, ഒരു മോനും ഒരു മോളും. അപ്പോൾ ഞങ്ങൾ അതിൽ നിർവൃതി പൂണ്ടാണ് ഈ 4 ദിവസം ഇതിനായിട്ട് മാറ്റിവെച്ചതെന്ന് കേട്ടപ്പോൾ നമുക്കൊരു വലിയ സന്തോഷം. അവർക്ക് ഇത്രയും സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടവർ വിവാഹിതരല്ലാത്ത മോനെയും മോളെയും എത്ര ശ്രദ്ധയോടെ അത് ഏൽപ്പിച്ചിട്ട് അവരത് ഭംഗിയായി കൈകാര്യം ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചെയ്ത കർമ്മം, ആ നാട്ടിൽ പോയി ചെയ്ത കർമ്മം അവർ ഓർത്ത ആ ഫാമിലി ഭംഗിയായി ജീവിക്കുന്നു. അങ്ങനെ നാഗപ്പൂരിൽ, ബോംബെയിൽ പ്രഭാഷണത്തിന് കുറച്ച് ദിവസം ഞാൻ ലണ്ടനിൽ പോയി. അവിടെ അന്ന് പരിചയപ്പെട്ട മഹേഷ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഫാമിലി, ഇതെല്ലാം നമ്മുടെ വീടുകളെ പോലെ നമുക്ക് എവിടെ ചെന്നാലും ഇത് നമ്മുടെ വീടാണ് അല്ലെങ്കിൽ നമ്മുടെ നാടാണെന്ന് തോന്നത്തക്ക നിലയിൽ അവരും നമ്മുടെ വീട്ടിലെ അംഗങ്ങളെ പോലെ. ഇപ്പം 3 സഹോദരിമാർ വിവാഹം ചെയ്ത് പോയെങ്കിലും 3-നും 30-ഉം 300-ഉം സഹോദരിമാരും കുടുംബാംഗങ്ങളും നമ്മുടെ ചുറ്റും ഉണ്ടെന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം നമ്മുടെ കർമ്മത്തിന് കൂടുതൽ പ്രചോദനം അരുളുകയാണ്. ഇനി ഈ ഭാഗവത സപ്താഹം ആചാര്യന്മാർ, ആയിരക്കണക്കിന് ആചാര്യന്മാർ കേരളത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ
പുതുതായിട്ട് കുറേ കാലങ്ങളായിട്ട് കണ്ടുവരുന്ന പ്രവണത, ചില സപ്താഹങ്ങളിൽ കുട്ടികളുടെ വിവാഹങ്ങൾ അതെ നടത്തി കൊടുക്കാറുണ്ട്. ചിലയിടത്ത് വിദ്യാഭ്യാസ കാര്യങ്ങളായിരിക്കാം, ചിലയിടത്ത് വീട് വെച്ച് കൊടുക്കുന്ന പ്രോഗ്രാമുകളായിരിക്കാം. ഇങ്ങനെ വിവിധങ്ങളായ പ്രക്രിയകൾ കാണുന്നുണ്ട്. അത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അങ്ങയുടെ അഭിപ്രായം എന്താ? ഭാഗവത സപ്താഹയജ്ഞത്തിലൂടെ അങ്ങനൊരു കർമ്മം നടക്കുന്നത് നല്ലതാണ് വാസ്തവത്തിൽ. കലാപരിപാടികൾക്കും ആർഭാടങ്ങൾക്കും ഒക്കെ പണം ചെലവാക്കാതെ വീടില്ലാത്ത ഒരാളിന് വീട് വെച്ച് കൊടുക്കുന്നു. വിവാഹം നടത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിന് വിവാഹം ആ രുക്മിണീ സ്വയംവര വേദിയിൽ നടത്തി കൊടുക്കുന്നു. കുചേലോപാഖ്യാന ദിവസം ഒരു വീടിൻ്റെ താക്കോൽ കൊടുക്കുന്നു. കലാപരിപാടികളും കരിമരുന്ന് പ്രയോഗവും കരിവീരൻ്റെ എഴുന്നള്ളത്തും ആർഭാടങ്ങളും അനാചാരങ്ങളും കുറച്ച് പ്രായോഗികമായി നമ്മുടെ കുടുംബങ്ങൾക്കൊരു നന്മ വരുന്ന കർമ്മങ്ങൾ കലിയുഗത്തിൽ ചെയ്യണം എന്ന ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള മഹാത്മാക്കളുടെ വാചകം സാക്ഷാത്കരിക്കുന്ന ഒരു കർമ്മമായിട്ടാണ് എനിക്കതിന് തോന്നുന്നത്. നമ്മുടെ വേദികളിലും വിവാഹങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ട്, വീടിൻ്റെ താക്കോൽ ദാനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പ്രദേശത്തെ എല്ലാവരുടെയും കൂടി കൂട്ടായ്മ കൊണ്ട് സമാഹരിച്ച ധനം നാട്ടിൽ അതിന് പ്രാപ്തിയില്ലാത്ത കുടുംബത്തിന് ചെയ്തു കൊടുക്കുമ്പോൾ, ഒരാളിന് ചെയ്തു കൊടുക്കുമ്പോൾ വാസ്തവത്തിൽ അവിടെയാണ് ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. മറിച്ച് ഈ പണമെല്ലാം ഗാനമേളക്കാരും മോണോ ആക്റ്റുകാരും മിമിക്രിക്കാരും ബ്രേക്ക് ഡാൻസുകാരും കൊണ്ടുപോയാൽ ക്ഷേത്രത്തിൽ നടത്തേണ്ടുന്ന ഉത്സവം ജനോപകാരപ്രദങ്ങളാണെന്നും വാദ്യം, മേളം, നൃത്തം, പാരായണം ഇതൊക്കെയാണ് എൻ്റെ ഉത്സവമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി ഉദ്ധവരോടും ഭഗവതി അച്ഛനായ ഹിമവാനോടും ദേവീ ഭാഗവത്തിലും പറയുന്നുണ്ട്. ഒരുപക്ഷെ അതൊക്കെ നടത്താത്തത് കൊണ്ടാണോ 3 വർഷക്കാലത്തോളം നമുക്ക് ദേവാലയങ്ങളിൽ ഒരു ഉത്സവവും നടത്താൻ അവർ പ്രവേശിപ്പിക്കാതിരുന്നത് എന്ന ആശങ്ക എനിക്ക് തോന്നിയിട്ടുണ്ട്.